നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ കൈക്കൂലി വാങ്ങുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. മദ്യവും പെർഫ്യൂമും മാൾ ഉടമയിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെയാണ് ഭൂരേഖ തഹസിൽദാർ പി സുധാകരൻ വിജിലൻസിന്റെ പിടിയിലായത്. പാലക്കാട് എന്ന വിവരങ്ങളുമായി നിഖിൽ. അപ്പോൾ അങ്ങനെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് കുറേ നാളായി ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പരാതി ഉണ്ടായിരുന്നോ നിഖിൽ? കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ഭൂരേഖ തഹസിൽദാർ പി സുധാകരനെതിരെ പരാതികൾ വ്യാപകമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന്റെ ഉടമ ഐസക് കഴിഞ്ഞ ദിവസം ഇന്നലെ, അതായത് കൃത്യമായി വിജിലൻസിന് തന്നോട് ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയും തുടർന്ന് വിജിലൻസ് നൽകിയ തുക ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും അതിന് പിന്നാലെ വിജിലൻസ് സംഘം എത്തി കയ്യോടെ ഈ ഉദ്യോഗസ്ഥനെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഈ മാൾ ഉടമയിൽ നിന്ന് തന്നെ മദ്യവും പെർഫ്യൂമും കൈക്കൂലിയായി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ കൈവശ അവകാശ രേഖ ശരിയാക്കി നൽകാൻ ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടുകൂടി ഒരുപാടധികം നാള് ഈ മാൾ ഉടമയെ അദ്ദേഹം നടത്തിച്ചു. ഈ കാര്യം നടത്തി കൊടുക്കാതെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ ഭാഗമായാണ് പെർഫ്യൂമും സ്കോച്ച് വിസ്കിയും അടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അന്നെല്ലാം തന്നെ ഇത് പിന്നീട് ഒരിക്കൽ വിജിലൻസിന് നൽകേണ്ടി വരും അല്ലെങ്കിൽ നൽകും എന്നുള്ള കൃത്യമായ കാര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നത് ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ സ്വന്തം ഓഫീസിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഇത് കൈപ്പറ്റുന്നത്. ഇന്നലെ സംഭവിച്ചത് ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം കൈക്കൂലി തുകയായ 50,000 രൂപ വാങ്ങാൻ എത്തിച്ചേരാൻ ഈ ഐസക്കിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് വിജിലൻസിന് വിവരം അറിയിച്ച ഐസക്ക് വിജിലൻസ് നൽകി 50,000 രൂപയാണ് ഈ ഉദ്യോഗസ്ഥന് കൈമാറിയത്. തുടർന്ന് വിജിലൻസ് സംഘം ഓഫീസിലെത്തുകയും ഫിനോക്സിലിൻ കലർത്തിയ പണം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ, കൂടുതൽ പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ ഈ ഉദ്യോഗസ്ഥൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു പോരുകയാണ്. ശരി നിഖിൽ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കുറേ നാളുകളായി അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം വിജിലൻസ്